ഇന്തോ-പാക് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും അഗ്നൂരിലും പൂഞ്ചിലും രജൌരിയിലും വീണ്ടും പാക് പ്രകോപനമുണ്ടായി. ഡ്രോൺ ആക്രമണങ്ങളെ BSF നേരിടുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ നടപ്പിലായത്. അതേസമയം നഗ്രോട്ടയിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ ധാരണാ ലംഘനം ഗൗരവമായി കാണുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. പാകിസ്ഥാൻ इस स्थिति को ठीक से समझे और इस अतिक्रमण को रोकने के लिए तुरंत उचित कार्रवाई करें। सेना ने इस स्थिति पर कड़ी नजर रखी हुई है और उसे किसी भी अतिक्रमण से निपटने के लिए ठोस और सख्त कदम उठाने के लिए आदेश दे दिए गए हैं। गुड इवनिंग। For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. The armed forces are maintaining a strong vigil on the situation. They have been given instructions to deal strongly with any instances of a repetition of the violations of the borders along the international border as well as the line of control. Thank you. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, വെടിനിർത്തൽ ധാരണയായി എന്ന് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു, ആശ്വാസമായിരുന്നു. പക്ഷേ ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ തന്നെയാണ് വീണ്ടും പാകിസ്ഥാന്റെ ശ്രമം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? ഹിമ, പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ ധാരണ ബഹുമാനിക്കുന്നില്ല. വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു. രണ്ട് തരത്തിലാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായത്. ഒന്ന്, അതിർത്തി മേഖലകളിൽ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും സൈനികരുടെയും ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള ജമ്മു കശ്മീർ താഴ്വരയിലും അതുപോലെ തന്നെ മറ്റ് അതിർത്തി സംസ്ഥാനങ്ങൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടെയെല്ലാം വീണ്ടും ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനമുണ്ടായി. ഈ ഡ്രോണുകളെ നമ്മുടെ സൈന്യം നേരിട്ടത് കാമിക്കസി ഡ്രോണുകൾ, അതായത് കില്ലർ ഡ്രോണുകൾ എന്ന് പറയാൻ സാധിക്കും. ആയുധങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യാക്രമണം നടത്താൻ സാധിക്കുന്ന നമ്മുടെ ഡ്രോണുകൾ, കാമിക്കസി ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ നമ്മളെല്ലാം നിർവീര്യമാക്കി വെടിവെച്ചിട്ടു. അതിനുശേഷമാണ് വിക്രം മിശ്രി ഇത്തരത്തിലൊരു അസാധാരണമായിട്ടുള്ള ഒരു വീഡിയോ സന്ദേശം വാർത്താ സമ്മേളനം പോലെ നടത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ആ ഒരു പ്രകോപനം, വെടിനിർത്തൽ കരാർ ലംഘനം, അത് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ ധാരണ ബഹുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ നടപടികൾ അപലപനീയമാണ്. ഒപ്പം തന്നെ പ്രകോപനത്തിന് നമ്മുടെ സായുധ സേന കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആംഡ് ഫോഴ്സസിന്, നമ്മുടെ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ നേരിടണമെന്ന്. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഓരോ പ്രകോപനത്തിനും ചെറുക്കാൻ, തിരിച്ചടി നൽകാനായിട്ട് നമ്മുടെ സൈന്യത്തിന് ഇപ്പോൾ പൂർണ്ണ അധികാരമുണ്ട്. അത് കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും സൈന്യത്തിന് പൂർണ്ണ അധികാരമുണ്ട് ചെറുക്കാൻ, അതിന് തിരിച്ചടി നൽകാൻ എന്നുള്ള കാര്യം കൂടിയാണ് ഇന്ത്യ പറയുന്നത്. നിലവിൽ പാകിസ്ഥാൻ നഗരങ്ങളിലേക്ക് ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയിട്ടില്ല. അത്തരത്തിലൊരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ ഇന്ത്യ പറയുന്നില്ല. അതിന് കാരണം ഇന്ത്യ ശക്തമായി നിരീക്ഷിക്കുകയാണ്. അതായത് കുറച്ച് നാളുകൾ കൂടി, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൂടി ഇന്ത്യയുടെ ഈ നിരീക്ഷണം തുടരും. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വലിയ ഷെല്ലിംഗ് ഇല്ല, ഡ്രോണുകൾ കടത്തിവിട്ടത് അവസാനിച്ചു, സൈനിക പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിയുതിർക്കൽ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ബാരാമുള്ള, ശ്രീനഗർ അടക്കമുള്ള, ജമ്മു അടക്കമുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നെങ്കിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രകോപനം ഉണ്ടായിരുന്നു, ആ പ്രകോപനം അതിനുശേഷം അവസാനിച്ച് സ്ഥിതിഗതികൾ ശാന്തമായി മാറുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഒപ്പം പക്ഷെ തിരിച്ചടിക്കാൻ, അതായത് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സേനയ്ക്കുണ്ട്. ഈ ആദ്യം
ഈ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായപ്പോൾ BSFും അതുപോലെ ഇന്ത്യയുടെ കരസേനയും ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് വിക്രം മിശ്രി വ്യക്തമാക്കുന്നുണ്ട്, അദ്ദേഹം സ്ഥിരീകരിക്കുന്നുമുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ അത്തരത്തിൽ നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനോടൊപ്പം DGMO അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ വീണ്ടും ഒരു സംഭാഷണം, ഹോട്ട് ലൈൻ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായതിനു ശേഷം വീണ്ടും സൈനിക തലത്തിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. വളരെ ഹ്രസ്വ നേരത്തേക്കാണെങ്കിൽ പോലും ഹോട്ട് ലൈനിൽ ആ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ DGMO ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഇന്ത്യയുമായി സംസാരിച്ച് ഈ ഒരു ധാരണ അത് നിലവിൽ വന്നത്. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ലംഘനം ഉണ്ടായിരിക്കുന്നു. ആ ലംഘനം ഇന്ത്യ സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ ഇന്ത്യ ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും അതിർത്തിയിൽ ഇപ്പോൾ ശാന്തത തിരിച്ചു വരികയാണെന്ന് പറയാം. അതായത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വലിയ വെടിയൊച്ചകൾ കേട്ടിരുന്നു, സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. അത് പക്ഷേ നമ്മൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്ന ആ ഡ്രോണുകൾ, അത് നമ്മുടെ കാമിക്കസി ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്ത് ഇടുന്ന ശബ്ദങ്ങളായിരുന്നു. കശ്മീർ താഴ്വരയിൽ തന്നെ 9 ഇടങ്ങൾ, അതായത് ഉധംപൂർ, അഖ്നൂർ, നൌഷേര, പൂഞ്ച്, രജൌരി, മേന്ധാർ, ജമ്മു, സുന്ദർബനി, ആർഎസ്പുര ഇത്രയും ഇടങ്ങളിലാണ് ഡ്രോണുകൾ വന്നത്. അതിൽ തന്നെ പൂഞ്ചിലും രജൌരിയിലും അഖ്നൂരിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഫയറിംഗ്, അതായത് സ്മോൾ ആം ഫയറിങ്ങും അത്തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടുണ്ട്. അതിനാണ് നമ്മുടെ BSF തിരിച്ചടിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം ഭുജിൽ ഡ്രോണുകൾ വന്നു, ഗുജറാത്തിലെ. അതിന് പുറമെ പലയിടത്തും കച്ചിലും ഡ്രോണുകൾ വന്നു. ഉധംപൂർ കശ്മീരിലെ അവിടെ ഡ്രോണുകൾ വന്നിരുന്നു. ബാർമർ രാജസ്ഥാനിലെ ഇടമാണ്, അവിടെ വന്നിരുന്നു. പഞ്ചാബിലെ പത്താൻകോട്ടിലും ഇത്തരത്തിൽ ഡ്രോണുകൾ വന്നിരുന്നു. ഈ ഇടങ്ങളിലെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. പക്ഷേ വൈദ്യുതി ബന്ധം ഇപ്പോൾ പലയിടത്തും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു. തീർച്ചയായും വെടിനിർത്തൽ ധാരണയായതിനു ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സ്ഥിതിഗതികൾ ശാന്തമാണ്. ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ പാകിസ്ഥാന്റെ ഒരു നടപടി അത്ര നിസ്സാരമായിട്ടല്ല, ഗൗരവമായി തന്നെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. കൃത്യമായ നിരീക്ഷണം തുടരുകയാണ്.